ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. കുറച്ച് ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു മൊബൈൽ റോക്കറ്റ് ലാഞ്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ റോക്കറ്റ് ലാഞ്ചർ എന്ന് വെച്ചാൽ ഒരു RF സിഗ്നൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിമോട്ടായിട്ട് ദീപാവലിയല്ലേ, അപ്പം റോക്കറ്റൊക്കെ വിടാമല്ലോ. അപ്പോൾ അത് ഒരു മൊബൈൽ, അതായത് മൂവിങ് സാധനത്തിനകത്ത് റോക്കറ്റ് ലാഞ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച പോലെ അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സോൾവ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാനത് അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ടാണ് താമസിച്ചത്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണേ. അതായത് ഒരു 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 സാധന ഒരു കമ്പോണൻറ്റിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഈ സാധനത്തിൻ്റെ പേരാണ്, അത് ഞാൻ ഇത്തി കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാമേ, കാണാമല്ലോ. ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് 2 മെറ്റൽ പീസ്. ഈ സാധനത്തിൻ്റെ പേരാണ് റീഡ് സ്വിച്ച്. റീഡ് സ്വിച്ച് എന്ന് വെച്ചാൽ ഇതിന് നോർമലി അറിയപ്പെടുന്ന മാഗ്നറ്റിക് റീഡ് സ്വിച്ച് എന്നാണ്. മാഗ്നറ്റിക് റീഡ് സ്വിച്ച് എന്ന് വെച്ചാൽ ഇതൊരു മാഗ്നറ്റിക് ഇഫക്റ്റ് വരുമ്പോൾ ഒരു മാഗ്നറ്റിസത്തിൻ്റെ ഫീൽഡിൽ ഈ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ, ഇത് ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് 2 കോണ്ടാക്റ്റ്, മെറ്റൽ കോണ്ടാക്റ്റ്, ഇത് തൊടാതെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇത് മാഗ്നറ്റ് വെച്ച് അട്രാക്റ്റ് ചെയ്യുമ്പം ഇത് തമ്മിൽ ചേർന്നിട്ട് ഇതങ്ങ് ക്ലോസ്ഡ് സർക്യൂട്ട് ആവും. അതായത് ഇതുപോലെ ഒരു മാഗ്നറ്റ്, ഇതൊരു ഡൈനിയം മാഗ്നറ്റാണ്, നല്ല പവർഫുൾ മാഗ്നറ്റ്. അതാ കണ്ടാ തൂങ്ങി കിടക്കണ. അപ്പോൾ അതുപോലത്തെ ഒരു സാധനം. ഇപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ കോണ്ടാക്റ്റ് ആവും. കോണ്ടാക്റ്റ് ആയിട്ട് ഇതൊരു ക്ലോസ്ഡ് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിയാൽ ഓപ്പൺ സ്വിച്ചായിട്ടും ക്ലോസ്ഡ് സ്വിച്ച് ആവുകയും ചെയ്യുന്ന ഒരു 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 കമ്പോണൻ്റാണ് റീഡ് സ്വിച്ച് എന്നാണ്, മാഗ്നറ്റിക് റീഡ് സ്വിച്ച് എന്നാണ് പറയുന്നത്. ഞാനിതിൻ്റെ ലിങ്ക്, വാങ്ങിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാരണം എനിക്കിത് ലോക്കൽ മാർക്കറ്റിൽ കിട്ടിയില്ല, ഞാനിത് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങളുടെ അവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒരു മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ വർക്കിംഗ് ഞാനൊന്ന് കാണിച്ചു തരാമേ. ഞാൻ 3 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇൻ കേസ് ഒരെണ്ണം വർക്ക് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളത് യൂസ് ചെയ്യണമല്ലോ. ആ ഒരു ഇതിന് വേണ്ടിയാണ് ഞാൻ 3 വാങ്ങിച്ചത്. ഞാൻ മൾട്ടിമീറ്ററിൻ്റെ ബീപ്പർ ഇതിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റിങ്ങിൽ ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണേ. ഇപ്പം നിങ്ങൾക്ക് കാണാം, 2 കോണ്ടാക്റ്റിന് തമ്മിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലോ, 2 കോണ്ടാക്റ്റിന് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല കണ്ടിന്യൂറ്റി. ഇനി ഞാൻ ഇതിനെ ഇത് പിടിക്കാൻ ഒരാളുടെ കൂടെ സഹായം വേണ്ട, ഞാൻ കൈ കൊണ്ട് പിടിക്കാം. കണ്ട, ഇത് 2 കോണ്ടാക്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാമല്ലോ. ഇനി ഞാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് വരുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കിയോ. ഇവിടെ നോക്കിയോ, സൗണ്ട് കൂടെ കേട്ടോ, ബീപ്പർ സൗണ്ട് കണ്ട. മാഗ്നറ്റ് അടുത്തൊന്നും കൊണ്ടുപോയില്ല. നല്ല നല്ല എഫക്റ്റ്. ഇത്രയും ഇത് ഡൈനിയം മാഗ്നറ്റ് ആയതുകൊണ്ടാണ് ഇത്ര എഫക്റ്റ്. കണ്ടാ വർക്ക് ചെയ്യണണ്ടാ. മാഗ്നറ്റ് മാറ്റി ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ എന്തുമാത്രം ഡിസ്റ്റൻസിലാണ് ഞാനിത് കണക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് പറ്റി? ഇവിടെ കോണ്ടാക്റ്റ് ആയില്ല, അതാണ്. ഇല്ലേ, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പിടിക്കാൻ, ഇല്ലെങ്കിൽ ഒരു ക്രോക്കഡൈൽ ക്ലിപ്പ് ഉണ്ടെങ്കിലും മതിയായിരുന്നു. പോട്ടെ, സാരമില്ല. നോക്കിക്കോ, കണ്ടാ ഈ ഡിസ്റ്റൻസിൽ തന്നെ അത് കോണ്ടാക്റ്റ് ആവുകയാണ്. കണ്ടാ, ഇതൊക്കെയാണെങ്കിൽ ഫുൾ കോണ്ടാക്റ്റാണ്. മനസ്സിലായില്ല? അപ്പം ഇതിൻ്റെ യൂസേജ് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഡോർ സ്വിച്ച് വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ, ഡോർ സ്വിച്ച് ഇല്ല, അപ്പം ഡോർ സ്വിച്ചിനകത്ത് നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് സ്വിച്ച് ഉപയോഗിച്ച് ഡോർ സ്വിച്ച് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് സാധനമാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഒരു സൈഡിൽ ഇതും ഒരു സൈഡിൽ മാഗ്നറ്റും വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ആവും. ഞാൻ ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കി കാണിച്ചിട്ട്, വളരെ സിമ്പിളായിട്ടുള്ള ഇത് ഉപയോഗിച്ചുള്ള ഒരു കുഞ്ഞ് സർക്യൂട്ട്. BC547 ട്രാൻസിസ്റ്ററാണ്. ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്. NPN, കളക്ടർ ബേസ് എമിറ്റർ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് അറിയാമോ? ഇതിൻ്റെ ബേസിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓൺ ആവും, അതായത് സാച്ചുറേഷൻ സ്റ്റേറ്റിലോട്ട് പോകും. പക്ഷേ നെഗറ്റീവ് കൊടുത്താൽ ഇത് സ്വിച്ച് ഓഫും ആവും. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസിസ്റ്ററാണ് ഇത്. ഇതൊന്നല്ല, എല്ലാ ട്രാൻസിസ്റ്റേഴ്സ് NPN ട്രാൻസിസ്റ്ററിന് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്. ഇതിൻ്റെ കളക്ടർ എടുത്ത് ഞാൻ ഈ ഡയോഡിൻ്റെ ഈ ടെർമിനലിൽ സോൾഡർ ചെയ്യണേ. കാണാമല്ലോ, ഞാൻ കളക്ടർ എടുത്ത് ഇതിനകത്ത് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചു. അടുത്തത് ഞാൻ റീഡ് സ്വിച്ച് എടുത്ത് ഈ റിലേയുടെ അടുത്ത ടെർമിനലിൽ ഞാൻ സോൾഡർ ചെയ്യാണ്. കാരണം റീഡ് സ്വിച്ചിന് പൊളാരിറ്റി ഒന്നുമില്ല കേട്ടോ, ഏത് പൊളാരിറ്റിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് പൊളാരിറ്റി തെറ്റിപ്പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട. കണ്ടോ, റീഡ് സ്വിച്ച് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു.
റീഡ് സ്വിച്ചിൽ നിന്ന് ഒരു 1K റെസിസ്റ്റൻസ് ഇട്ട് ഞാൻ ഇതിൻ്റെ ബേസിലോട്ട് കണക്ട് ചെയ്യാണ്. ഏതിൻ്റെ ബേസിലോട്ട്? ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട്. അതേ ബേസിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 100K റെസിസ്റ്റൻസ് ഇട്ട് ഇതിനെ മാറ്റി കണക്ട് ചെയ്യണേ. കാരണം നെഗറ്റീവ് സപ്ലൈയിലോട്ട് കൊടുക്കും. കാരണം അത് ഈ 1K റെസിസ്റ്റൻസ് വഴി അത് ട്രാൻസിസ്റ്റർ ഓൺ ആവാനുള്ളതും മറ്റേ 100K റെസിസ്റ്റൻസ് വഴി അത് റിവേഴ്സ് അതായത് ഫാൾസ് ട്രിഗറിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ 100K റെസിസ്റ്റൻസ് യൂസ് ചെയ്യണത്. കാരണം നമുക്ക് ട്രാൻസിസ്റ്റർ ഫോൾസ് ആയിട്ട് ട്രിഗർ ചെയ്യാറുണ്ട്. ഫോൾസ് എന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റിക് ചാർജൊക്കെ യൂസ് ചെയ്തില്ലേ, നമ്മൾ എവിടെ നിന്നെങ്കിലും സ്റ്റാറ്റിക് ചാർജ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്തൊക്കെ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിനെ റിവേഴ്സ് ബയാസിൽ കൺട്രോൾ ചെയ്ത് നിർത്തും. ആ റിവേഴ്സ് ബയാസ് ആണ് ഈ 100K റെസിസ്റ്റൻസ് വഴി നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായി? അതായത് നമ്മൾ ഇപ്പം കൊടുത്തേക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ ഞാൻ റിലേ കൊടുത്തു. അതിൻ്റെ ഈ റിലേയുടെ ഈ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് സപ്ലൈ ആണേ. അപ്പോൾ ആ പോസിറ്റീവ് സപ്ലൈയിൽ നിന്ന് ഒരു റേറ്റ് സ്വിച്ച് ഉപയോഗിച്ച് 1K വഴി ഇതിൻ്റെ ബേസിൽ, പിന്നെ ഒരു 100K വഴി നെഗറ്റീവ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ അതെന്ന് പറഞ്ഞാൽ ഇതാണ് നെഗറ്റീവാണ്. അപ്പം ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഒരു 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി. അപ്പം ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തു. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഈ റിലേയുടെ ഒരു എൻഡിലും സോൾഡർ ചെയ്യണേ. ഞാൻ പോസിറ്റീവ് ടെർമിനൽ റിലേയുടെ ഒരു എൻഡിലും ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനലുണ്ടല്ലോ, നെഗറ്റീവ് ടെർമിനൽ ഞാൻ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യും? ഇത് രണ്ടും കൂടെ ഷോർട്ട് ചെയ്യണം. ഓക്കെ, ഇത് തമ്മിലൊന്ന് ഷോർട്ട് ചെയ്യണം കേട്ടോ. ഈ ടെർമിനൽ, അതായത് നെഗറ്റീവ് ടെർമിനലും ഈ ടെർമിനലും തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് അവിടെയാണ് ഞാൻ നെഗറ്റീവ് കൊടുക്കാൻ പോണത്. ആ നെഗറ്റീവ് അവിടെ കൊടുക്കുന്നതോടുകൂടി ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബൾബ് കണക്ട് ചെയ്ത് നോക്കാം ഇതെങ്ങനെ വർക്ക് ചെയ്യണം. മാഗ്നറ്റിക് സ്വിച്ച് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഇത് സെയിം ടച്ച് സ്വിച്ച്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ടച്ച് മോഡ്യൂളില്ലേ, അതിൻ്റെ സെയിം സാധനം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇത് ടച്ചിന് പകരം ഞാനൊരു റീഡ് സ്വിച്ച് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇതാണ് റീഡ് സ്വിച്ച്. ഓക്കെ, നമ്മളെ സർക്യൂട്ടെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഇതിനകത്തൊരു പവർ സപ്ലൈ കൊടുക്കണം. ഒരു 3.7 വോൾട്ട് ലിഥിയം അയോൺ ബാറ്ററിയാണ് ഞാൻ ഇതിൻ്റെ പവർ സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്. ഇത് 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണേ. ഞാനിത് കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ ടിക് ടിക് സൗണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇതിന് LED ഒന്നും ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് റിലേയുടെ ഒരു ടിക് ടിക് സൗണ്ട് ഉണ്ട്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഓഫാണ്, ഒരു സൗണ്ടും ഇല്ല. ഞാൻ സൈലൻ്റ് ആവുകയാണേ, ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ ഈ മാഗ്നറ്റിനെ എടുത്ത് ഞാൻ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോവേണേ. മാഗ്നറ്റ് കേൾക്കാമല്ലോ, ടിക് ടിക് സൗണ്ട്. ഇനി ഞാൻ ഈ സർക്യൂട്ടിൽ ഈ ഒരു ബൾബ് കണക്ട് ചെയ്യണം. 230 വോൾട്ടിലുള്ള ബൾബാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യാൻ ശ്രദ്ധിച്ചോ. ഇതാണ് ആ പ്ലഗ്. ഇത് കാണാമല്ലോ അല്ലേ, ഒന്നുമില്ല, ഒരു സാധാരണ ഒരു സ്വിച്ച് കണക്ട് ചെയ്യേണ്ട ഒരു ബൾബ്. നോർമലി ഫേസ് ന്യൂട്രലുണ്ട്, ഫേസ് ന്യൂട്രലിൻ്റെ സ്വിച്ച് കണക്ട് ചെയ്യേണ്ട അടുത്ത് ഞാൻ ആ സ്വിച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഭാഗത്ത് ഈ ഒരു റിലേ കണക്ട് ചെയ്യണം. റിലേ സ്വിച്ചായിട്ട് അങ്ങ് ആക്ട് ചെയ്യിക്കുകയാണ്. ഞാനത് സോൾഡർ ചെയ്യണം. എങ്ങനെ ശ്രദ്ധിച്ചോ. അതായത് ഈ ബൾബിൻ്റെ വരുന്ന ഫേസ് ഉണ്ടല്ലോ, നമ്മളാ 230 വോൾട്ട് പ്ലഗിൽ നിന്ന് വരുന്ന ഫേസിനെ എടുത്ത് ഞാൻ റിലേയുടെ കോമൺ ടെർമിനലിൽ സോൾഡർ ചെയ്യണേ. റിലേയുടെ കോമൺ ടെർമിനലിൽ ഒരെണ്ണവും പിന്നെ നോർമലി ഓപ്പൺ ഇതിനകത്തും കണക്ട് ചെയ്യണം. ഇപ്പം സ്വിച്ച് ശ്രദ്ധിച്ചോ, ഈ ബാറ്ററിയും ഈ പവർ സപ്ലൈ ആയിട്ട് യാതൊരു ബന്ധവുമില്ല.
ഒരു റിലേയുടെ കണക്ഷൻ വഴിയുള്ളതല്ല. കാരണം റിലേയുടെ കണക്ഷൻസിൽ മെയിൻ ടെർമിനൽസ് ഐസൊലേറ്റഡ് ആണ് ഇതുമായിട്ട്. അതുകൊണ്ട് ഇവിടെ ഷോക്കൊന്നും അടിക്കില്ല. ഇവിടെ ആകെ കറണ്ട് ഉള്ളത് എവിടെയൊക്കെയാണ്, ഞാൻ പവർ സപ്ലൈ ഈ പ്ലഗ് കുത്തിയാൽ പവർ സപ്ലൈ വരണത് ഈ ടെർമിനലിലും ഈ ടെർമിനലിലും ഈ ടെർമിനലിലും ഈ 3 ടെർമിനലിലും പവർ സപ്ലൈ കാണും. ഈ 3 ടെർമിനൽ നിങ്ങൾക്ക് തൊടാൻ പാടില്ല. പക്ഷേ ഈ ടെർമിനലിലും ഇവിടെയൊക്കെ നിങ്ങൾക്ക് തൊടാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇതും ഈ 3 ടെർമിനൽസിൽ പവർ സപ്ലൈ കാണും. ഞാനൊരു ബൾബ് കണക്ട് ചെയ്യണം. അത് 60 വാട്ടിൻ്റെ ഒരു 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബൾബ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നു. സർക്യൂട്ട് ഇവിടെ ഉണ്ട്. പവർ സപ്ലൈ ഇതാണ്, 230 വോൾട്ടിൽ കൊടുക്കേണ്ട സപ്ലൈ ഇതാണ്. ഞാനതിനകത്ത് ഇപ്പം കൊടുത്തിട്ടില്ല. നമുക്ക് ഈ ബൾബിനെ ഇതുപോലെ അങ്ങ് വെക്കാൻ പറ്റില്ല, കാരണം ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്, അത് ചിലപ്പോൾ ഉരുകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പവർ സപ്ലൈ ഇത് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ സപ്ലൈ ഞാൻ കൊടുക്കുകയാണേ. നിങ്ങൾക്ക് ആ ടിക് ടിക് സൗണ്ട് കേൾക്കാം. ഇത് ഓണാണ്, കണ്ടല്ലോ നിങ്ങൾക്ക് സൗണ്ട്, റിലേയുടെ സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ. പക്ഷെ ഇത് ഓണാവാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഞാൻ സപ്ലൈ കൊടുത്തിട്ടില്ല. സപ്ലൈ ഞാനൊന്ന് കൊടുക്കാൻ ശ്രമിക്കട്ടെ. 230 വോൾട്ടിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ ടെർമിനലെല്ലാം കറണ്ടുണ്ട്. ഞാൻ മാഗ്നറ്റ് കൊണ്ടുവരികയാണ്. കണ്ടാ ഈ മാഗ്നറ്റിനെ ഞാൻ അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഓണാവണ കാണാമല്ലോ അല്ലേ. ഇതിനെയാണ് മാഗ്നറ്റിക് സ്വിച്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഈ മാഗ്നറ്റോ ഈ ടെർമിനൽ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അല്ലാതെയുള്ളവർക്ക് ഒരു ലൈറ്റ് എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഈ മാഗ്നറ്റിക് ഇതെന്നുള്ളത്. കാരണം ഇത് നമുക്കൊരു ഡോർ സ്വിച്ചിലോ വല്ലതും കണക്ട് ചെയ്ത് ഒരു ഡോർ ഇങ്ങനെ തുറക്കുമ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് പോവുകയും വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വയർ ചെയ്യും. ഇതിപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളപ്പം ഓൺ ആവുന്ന രീതിയിലാണ് വർക്ക് ചെയ്യണത്. ഇത് വേണമെങ്കിൽ തിരിച്ചും കണക്ട് ചെയ്യാം. ഒരു PNP ട്രാൻസിസ്റ്റർ യൂസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ റിലേയുടെ ഈ ടെർമിനൽ ഇവിടെ പിടിച്ച് കണക്ട് ചെയ്താൽ മതി, ഇപ്പുറത്തെ ടെർമിനലിൽ. അപ്പം റിലേ ഓഫ് ആകുമ്പോഴേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, മനസ്സിലായി? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ എൻ്റെ അറിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ ഉത്തരം നൽകാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.